ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അവൽ ബോണ്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അവൽ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റെഡ് അവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അവിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അവിൽ നല്ല പോലെ സോക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു റെഡ് അവിലിന് പകരം വൈറ്റ് അവിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വറുക്കാത്ത റവ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കണം, ഓവർ ലൂസായി പോകരുതേ. വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ ബോണ്ട റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടിയാണ്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അവൽ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബോണ്ടയുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറമേയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, ഉള്ളൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ അവൽ ബോണ്ടയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അവിലായതുകൊണ്ട് എണ്ണ കുടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല പോലെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള അവൽ ബോണ്ട റെഡി. നോക്കി, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ അല്ലേ? കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് മറ്റുള്ള അവൽ ബോണ്ട എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുത്തിട്ടില്ല അല്ലേ? ഇപ്പോൾ ഇത് സെക്കൻഡ് ബാച്ചിലുള്ള അവൽ ബോണ്ടയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ബോണ്ടയുടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അവൽ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.